ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അമൃതം പൊടി വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ അമൃതം പൊടി ഉപയോഗിച്ച് നമുക്കൊരു പുട്ടിൻ്റെ റെസിപ്പി നോക്കാവേ. അതിനായിട്ട് ഞാൻ അമൃതം പൊടി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് ഗോതമ്പിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഓപ്ഷണലാണ്. ഗോതമ്പ് പൊടി വേണ്ട എന്നുണ്ടെങ്കിൽ അമൃതം പൊടി മാത്രമായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ അതിന് പശപ്പ് കൂടുതലാണ്. അപ്പം ഞാൻ അതുകൊണ്ടാണ് ഒരു റേഷ്യോ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അമൃതം പൊടി 2 കപ്പും 1 കപ്പ് ഗോതമ്പിൻ്റെ പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു റേഷ്യോ കറക്റ്റ് ആവാനും വേണ്ടിയിട്ടാണ്. അതിന് പകരം അരിപ്പൊടി അതിലും എടുക്കാം കേട്ടോ. അപ്പം അത് ഞാനൊന്ന് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഒരു ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഫുള്ളായിട്ട് വേണ്ട, 3/4 ഗ്ലാസ് വെള്ളം ഞാനൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മളുടെ പുട്ട് മധുരമുള്ള പുട്ടായിരിക്കും. അമൃതം പൊടിക്ക് ഓൾറെഡി മധുരം ഉണ്ടാവുമല്ലോ. അപ്പം ഉപ്പ് കുറച്ച് മാത്രം ചേർത്താൽ മതിയേ. അപ്പം വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ അമൃതം പൊടിയും ഗോതമ്പ് പൊടിയും കൂടി മിക്സ് ചെയ്ത ആ ഒരു കൂട്ട് നമുക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഒരു തവ വെച്ചിട്ട് ഇളക്കി നന്നായിട്ട് അതിനെ കട്ടകൾ പരമാവധി ഉടച്ചിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഫ്ലെയിം മിക്സാക്കിയ ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അടി പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം അത് ആയിട്ടുണ്ട്, ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം. അത് കഴിഞ്ഞ് നമ്മളിത് നന്നായി ചൂടാറാനായിട്ട് വെക്കണം. ഫാനിൻ്റെ ചോട്ടിൽ, അല്ലെന്നുണ്ടെങ്കിൽ തണുള്ള എവിടെയെങ്കിലും ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ച ശേഷം, നന്നായി ചൂടാറിയ ശേഷം മാത്രം അതൊന്ന് മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ചൂടോട് കൂടിയിട്ട് അടിക്കുമ്പോൾ അത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് നേരെ നമ്മളുടെ പുട്ടുണ്ടാക്കുന്ന കണയിലേക്ക് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തേങ്ങ ചേർത്തിട്ട് അതിന് മുകളിലായിട്ട് ഞാനിപ്പം 2 ലെയറായിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. അപ്പം അങ്ങനെ അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ അമൃതം പൊടീൻ്റെ മിക്സും കൂടെ ചേർക്കാം. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ ഇടാം. അങ്ങനെ ഞാൻ 2 ലെയറായിട്ട് ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിപ്പം അത് നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള റെസിപ്പീസാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഞാൻ പരമാവധി ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്ക് കേട്ടോ. പിന്നെന്താ, ഇത് നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇവിടെ മക്കൾക്ക് ഇത് വെച്ചിട്ട് അമൃതം പൊടി വെച്ചിട്ട് എന്തുണ്ടാക്കിയാലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. മധുരവും കൂടെ ഉള്ളതാകുമ്പോൾ അവർക്ക് വേഗം കഴിച്ചോളുമല്ലോ. അപ്പം എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമ്മളിതാ പുട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുപ്പിലേക്ക് വെക്കാം കേട്ടോ. ഞാനിവിടെ പുട്ടുകുടുക്ക വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്കായിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. നന്നായി ആവി വന്ന ശേഷം നമുക്കിത് പുട്ടിനെ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അതിന് മുന്നായിട്ട് നമുക്ക് വേഗം ആവി വരാനായിട്ട് ഞാനൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് എടുത്തിട്ട് നമ്മളുടെ പുട്ടുകണ്ണിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ആവി മുകളിലേക്ക് വന്നിട്ട് പുട്ട് വേഗം കുക്കായി വരും. നമുക്കപ്പം കുറച്ച് ഗ്യാസ് കൺസ്യൂം ചെയ്യുള്ളൂ. അപ്പം അതൊന്നും എല്ലാവരും ശ്രദ്ധിച്ചേക്കാം. അപ്പം നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. നമ്മൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ഒന്നും കൂടെ അടിപൊളിയായിരിക്കും. മധുരവും നമ്മളുടെ ധാന്യങ്ങളും ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പം എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ.